ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കേരള പോലീസ് ആക്ട് 2011 എന്ന ടോപ്പിക്കാണ്. പോലീസ് നോക്കുന്ന ആളുകൾക്കായിട്ട് വിശദിക്കുക. നമ്മുടെ കേരള പോലീസ് ആക്ട് 2011 പ്രാബല്യത്തിൽ ഗസ്റ്റിൽ പബ്ലിഷ് ചെയ്ത വർഷമാണ് 2011 ജനുവരി 31. ഓർക്കുക, കേരള പോലീസ് ആക്ട് 2011 ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത വർഷം ചോദിച്ചാൽ 2011 ജനുവരി 31. നമ്മുടെ കേരളത്തിൽ ആദ്യമായി പോലീസ് ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1960. കേരളത്തിൽ ആദ്യമായി പോലീസ് ആക്ട് വന്ന വർഷം 1960. നമ്മുടെ കേരള പോലീസിന്റെ യൂണിഫോം പാന്റ് ആക്കി തുടങ്ങിയ വർഷമാണ് 1983 നവംബർ 14. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. കേരള പോലീസിന്റെ യൂണിഫോം പാന്റ് ആക്കി തുടങ്ങിയ വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1983 നവംബർ 14. നമ്മുടെ കേരളത്തിൽ ജനമൈത്രി പോലീസ് പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച വർഷമാണ് 2008 മാർച്ച് 26 മുതലാണ്. ജനമൈത്രി ആരംഭിച്ച വർഷം ചോദിച്ചാൽ 2008 മാർച്ച് 26. ഇനി ഓർക്കുക, SPC നമുക്കറിയാം, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ആരംഭിച്ച വർഷമാണ് 2010 ഓഗസ്റ്റ് 2 മുതലാണ്. കേരളത്തിൽ തന്നെ ആദ്യമായി SPC സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ആരംഭിച്ച വർഷം ചോദിച്ചാൽ 2010 ഓഗസ്റ്റ് 2. നമ്മുടെ കേരള പോലീസ് സേനയിലേക്ക് ഡോസ് കോഡിനെ ആദ്യമായി കൊണ്ടുവന്ന വർഷമാണ് 1959. അപ്പൊ ഡോസ് കോഡ് ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1959. നമ്മുടെ ബറ്റാലിയൻ, കേരള പോലീസിലെ ബറ്റാലിയനുകളുടെ എണ്ണം ചോദിച്ചാൽ 11. പോലീസ് ബറ്റാലിയനുകളുടെ എണ്ണം 11. ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് വേഗം പറയുന്നുണ്ട്. കേരള പോലീസ് ആക്ട് 2011 ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത വർഷം 2011 ജനുവരി 31. കേരളത്തിൽ ആദ്യമായി ഒരു പോലീസ് ആക്ട് 1960 നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ കേരള പോലീസിന്റെ യൂണിഫോം പാന്റ് ആക്കി തുടങ്ങിയ വർഷം 1983 നവംബർ 14. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച വർഷമാണ് 2007. ആരംഭിച്ചു തുടങ്ങിയ വർഷമാണ് 2008 മാർച്ച് 26. SPC ആരംഭിച്ച വർഷം 2010 ഓഗസ്റ്റ് 2. ഡോസ് കോഡ് ആദ്യമായി വരുന്നത് 1959 മുതലാണ്. ബറ്റാലിയനുകളുടെ എണ്ണമാണെങ്കിൽ 11. ഇനി ഓരോ സെക്ഷൻസ് ആയി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോ കേരള പോലീസ് ആക്ട് സെക്ഷൻ 1 എന്തിനെ കുറിച്ച് പരാമർശം ചോദിച്ചാൽ സെക്ഷൻ 1 ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭം. ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നിയമം നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലും വ്യാപിച്ചിരിക്കുന്നത്, കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 1. അപ്പോൾ സെക്ഷൻ 1 എന്നത് ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭമാണ്. സെക്ഷൻ 3 എന്നത് പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു. ഓർക്കുക, സെക്ഷൻ 3 പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു. എന്താണ് ഈ കർത്തവ്യത്തിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ക്രമസമാധാനം, രാഷ്ട്രത്തിന്റെ സുരക്ഷ, രാഷ്ട്രത്തിന്റെ അഖണ്ഡത, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവ ഉറപ്പുവരുത്തേണ്ടതാണ് എന്നത് ഒരു പോലീസിന്റെ കർത്തവ്യമാകുന്നു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. ക്രമസമാധാനം, രാഷ്ട്രത്തിന്റെ സുരക്ഷ, രാഷ്ട്രത്തിന്റെ അഖണ്ഡത, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവ ഉറപ്പുവരുത്തേണ്ടത് ഒരു പോലീസിന്റെ കർത്തവ്യത്തിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ലഭിക്കേണ്ട സ്വാതന്ത്ര്യം, അവകാശങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു പോലീസിന്റെ കർത്തവ്യമാണ്. ജസ്റ്റ് ഒന്നുകൂടി പറയുന്നുണ്ട്. എല്ലാവർക്കും ലഭിക്കേണ്ട സ്വാതന്ത്ര്യം, അവകാശങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു പോലീസിന്റെ കർത്തവ്യത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഓർക്കണം, സെക്ഷൻ 3 എന്നത് കർത്തവ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു. ക്രമസമാധാനം, രാഷ്ട്രത്തിന്റെ സുരക്ഷ, രാഷ്ട്രത്തിന്റെ അഖണ്ഡത, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ലഭിക്കേണ്ട സ്വാതന്ത്ര്യം, അവകാശങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു പോലീസിന്റെ കർത്തവ്യത്തിൽ ഉൾപ്പെടുന്നു.